മക്കളെ പിന്നെ ലോഹങ്ങൾ നമുക്കറിയാലോ, മിനറൽസ് അറിയാലോ, ധാതുക്കൾ അറിയാലോ. ധാതുക്കളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. നമ്മളെ ലോഹധാതുക്കളും അലോഹധാതുക്കളും, മെറ്റാലിക് മിനറൽസും നോൺ മെറ്റാലിക് മിനറൽസും. അതിൽ ലോഹധാതു ഉണ്ടല്ലോ, അതിനെ തന്നെ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം. ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും. ഇരുമ്പിന്റെ അംശമുള്ളതും ഇരുമ്പിന്റെ അംശമില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം എന്താ ചോദിക്കും. ഇരുമ്പിന്റെ അംശം ഉള്ളത് നമുക്കറിയാം ഇരുമ്പാണ്. ഇരുമ്പിന്റെ അംശം ഇല്ലാത്ത നമുക്കറിയോ? അറിയാലോ, സ്വർണ്ണം നമുക്കറിയാം, വെള്ളി നമുക്കറിയാം. ഇനി അതിന്റെ പ്രത്യേകത ആലോചിച്ചാൽ മതി. ഇരുമ്പിന്റെ അംശം ഉള്ളത് എന്ന് പറഞ്ഞാൽ കളർ ഏതായിരിക്കും? ഇരുമ്പിന്റെ ഡാർക്ക് കളർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ചാര നിറത്തിൽ ഗ്രേ കളറിലുണ്ടായിരിക്കുക. ഇരുമ്പിന്റെ അംശം ഇല്ലാത്തതോ ഡിഫറെന്റ് കളേഴ്സ്, പല നിറങ്ങളിലുണ്ടാവുക. സ്വർണ്ണത്തിന് ഒരു കളറാണ്, വെള്ളിക്ക് വേറെ കളറാണ്, നമുക്ക് പറയാൻ പറ്റൂല. അതേസമയം ഇരുമ്പിന്റെ അംശം ഉണ്ടല്ലോ, ഗാന്ധം എവിടെ കണ്ടോ അതുമായിട്ട് അങ്ങനെ കൂട്ടിച്ചേർക്കും. അതാണ് മാഗ്നറ്റിക് ഇൻ നേച്ചർ, ഗാന്ധിക സ്വഭാവം ഉണ്ടായിരിക്കും. ഇരുമ്പിന്റെ അംശം ഇല്ലാത്ത സ്വർണ്ണം കാന്തവുമായിട്ട് കൂടിച്ചേരുമോ? ഇല്ല കേട്ടോ, നടക്കുന്ന പരിപാടിയല്ല. അതാണ് നോട്ട് മാഗ്നറ്റിക് നേച്ചർ, ഗാന്ധിക സ്വഭാവം ഇല്ല. അതേസമയം ഫെറസ് മെറ്റൽസ് ഹെവി, കനം കൂടിയതാക്കാൻ, നല്ല കട്ടിണ്ടായിരിക്കും, നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും. ഇരുമ്പ് നമ്മളെ മറ്റ് ലോഹങ്ങളാകുമ്പോൾ സ്വർണ്ണക്ക ഒരു 4 കിലോന്റെ സ്വർണം നടക്കൂല, പരിപാടി നടക്കൂല. റിലേറ്റീവ്ലി ലൈറ്റ് വെയിറ്റ് എന്തായിരിക്കും? താരതമ്യേന ഭാരം കുറവായിരിക്കും. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതകളാണ്. നിർബന്ധമായിട്ട് പഠിച്ചു നോക്കും. അപ്പൊ അടുത്ത ചോദ്യമായിട്ട് ഞാൻ വീണ്ടും വരട്ടെ. ബൈ.